2011 നടിയെ തട്ടിക്കൊണ്ടുപോയ കേസിലെ സൂത്രധാരൻ സുനി തന്നെയെന്ന് പോലീസ്. തട്ടിക്കൊണ്ടുപോകാൻ കൊട്ടേഷൻ ഇല്ലെന്നാണ് പ്രാഥമിക നിഗമനം. പൾസർ സുനിയുടെ നേതൃത്വത്തിൽ ഡ്രൈവേഴ്സ് ക്ലബ്ബ് രൂപീകരിച്ചിരുന്നു. ഈ ക്ലബ്ബിലെ അംഗങ്ങൾ വഴിയാണ് തട്ടിക്കൊണ്ടുപോകൽ ആസൂത്രണം ചെയ്തത്. അതേസമയം പൾസർ സുനിയെ ഇന്ന് തെളിവെടുപ്പിന് കൊണ്ടുപോകും. പൾസർ സുനിയുടെ അമ്മ ശോഭന കാലടി കോടതിയിൽ രഹസ്യമൊഴി നൽകിയിട്ടുണ്ട്. വിവരങ്ങളുമായി ഉമേഷ് ചേരുകയാണ്. ഉമേഷ്, മുമ്പ് നടന്ന തട്ടിക്കൊണ്ടുപോകൽ അല്ലെങ്കിൽ അതിനുള്ള ശ്രമം അത് പൾസർ സുനിയുടെ മാത്രം ഐഡിയയിൽ തെളിഞ്ഞതാണ് എന്ന് പോലീസ് പ്രാഥമികമായും വിലയിരുത്തുന്നു. ഇന്ന് എന്തൊക്കെ നടപടിക്രമങ്ങൾ കൊച്ചിയിലെ നടിയെ ആക്രമിച്ചതുമായി ബന്ധപ്പെട്ട് പൾസർ സുനിയിൽ നിന്നും ഉണ്ടാവുക? അജിംഷാദ്, 2011 നടിയെ തട്ടിക്കൊണ്ടുപോയ കേസുമായി ബന്ധപ്പെട്ടാണ് സുനിയെ ഇന്നലെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയിരിക്കുന്നത്. 5 ദിവസത്തെ കസ്റ്റഡിയാണ് പോലീസിന് ലഭിച്ചിരിക്കുന്നത്. ഈ കസ്റ്റഡി കാലയളവിൽ സുനിയെ വിശദമായി തന്നെ ചോദ്യം ചെയ്യാനാണ് പോലീസ് തീരുമാനിച്ചത്. അതിൻ്റെ ഭാഗമായി ഇന്നലെ വൈകുന്നേരം മുതൽ തന്നെ സുനിയെ ചോദ്യം ചെയ്യൽ ആരംഭിച്ചു. ഈ 2011 കേസ് അന്വേഷിക്കുന്ന സെൻട്രൽ പോലീസിലെ അംഗങ്ങളാണ്, സെൻട്രൽ പോലീസ് ടീമാണ് ഈ സുനിയെ ചോദ്യം ചെയ്തു വരുന്നത്. ഈ ചോദ്യം ചെയ്യലിലാണ് 2011 നടിയെ തട്ടിക്കൊണ്ടുപോയത് സുനിയുടെ നേതൃത്വത്തിൽ തന്നെയാണ്, അല്ലെങ്കിൽ ഇതിൻ്റെ സൂത്രധാരൻ, മുഖ്യ സൂത്രധാരൻ സുനി തന്നെയാണ് എന്ന് പ്രാഥമികമായി സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഇതിന് പിന്നിൽ മറ്റു വല്ല കൊട്ടേഷനോ ആരെങ്കിലും പറഞ്ഞിട്ടാണോ ഇത് ചെയ്തത് തുടങ്ങിയ കാര്യങ്ങൾ പോലീസ് ചോദിക്കുകയുണ്ടായി. എന്നാൽ താൻ തന്നെയാണ് ഇത് ചെയ്തിരിക്കുന്നത്, താൻ മറ്റാരുടെയും കൊട്ടേഷനല്ല എന്ന വിവരമാണ് സുനി ഇപ്പോൾ പോലീസിനോട് പറഞ്ഞിരിക്കുന്നത്. ഇതിനു വേണ്ടി ഈ സുനി സ്ഥിരമായി ഇത്തരത്തിൽ ഉള്ള പ്രവൃത്തിയിൽ ഏർപ്പെട്ടു വരുന്നു എന്നുള്ള വിവരം കൂടി ലഭിച്ചിട്ടുണ്ട്. കാരണം 2011 മുതൽ തന്നെ ഇത്തരത്തിൽ പല നടിമാരെയും ഇത്തരത്തിൽ തട്ടിക്കൊണ്ടുപോയി ദൃശ്യങ്ങളെടുത്ത് ഭീഷണിപ്പെടുത്തി പണം തട്ടാനുള്ള പരിപാടിയായിരുന്നു സുനിക്കുണ്ടായിരുന്നത്. അതാണ് അതിൻ്റെ ലക്ഷ്യം, സുനിയുടെ ലക്ഷ്യം എന്നുള്ള കാര്യം പോലീസിന് ഏതാണ്ട് വ്യക്തമായി. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് 2011 ഈ നടിയെ എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ടെമ്പോ ട്രാവലർ കയറ്റുകയും പിന്നീട് ഈ ട്രാവലറിൽ വെച്ച് പല സ്ഥലങ്ങളിലേക്ക് വഴിതെറ്റി കൊണ്ടുപോവുകയും ഇത്തരത്തിൽ ആക്രമിക്കാനുള്ള ശ്രമം നടത്തുകയും ചെയ്തത്. ഇത് ആളുമാറിയാണ് ഇത്തരത്തിൽ ഈ നടിയെ തട്ടിക്കൊണ്ടുപോയത് എന്നെല്ലാം പല വാർത്തകളും പുറത്തു വന്നിരുന്നു. എന്നാൽ ആളുമാറിയതല്ല, ഏത് നടിയാണെങ്കിലും ഇത്തരത്തിലുള്ള ശ്രമം നടത്താൻ സുനിയുടെ ഭാഗത്ത് നിന്ന് തീരുമാനം ഉണ്ടായിരുന്നു എന്ന വിവരമാണ് പോലീസിന് ലഭിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ആരുടെയും പ്രേരണയോടെ ചെയ്തതല്ല, സുനി സ്വന്തം തന്നെ ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയതാണ്. ഇത്തരത്തിലുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്യാനായി സുനി ഒരു ക്ലബ്ബ് രൂപീകരിച്ചിരുന്നു. ഡ്രൈവേഴ്സ് ക്ലബ്ബ് എന്ന പേരിലാണ് ഈ ക്ലബ്ബ് തുടങ്ങിയത്. ഈ ക്ലബ്ബിൽ സുനിയും സുനിയുടെ സുഹൃത്തുക്കളായ ഡ്രൈവർമാരും മറ്റുമാണ് ഈ ക്ലബ്ബിൽ ഉൾപ്പെടുത്തിയിരുന്നത്. തുടർന്ന് ഈ ക്ലബ്ബിലുള്ള അംഗങ്ങൾ വഴിയാണ് ഇത്തരം കാര്യങ്ങൾ സംസാരിച്ച് ആസൂത്രണം ചെയ്യുകയും പിന്നീട് ഈ പദ്ധതി നടപ്പാക്കുകയും ചെയ്തിരുന്നത്. അതിൻ്റെ ഭാഗമായി ഈ 2011 കേസിൽ നടിയെ തട്ടിക്കൊണ്ടുപോയതുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് പിടിയിലായവരെല്ലാം തന്നെ ഈ ക്ലബ്ബിലെ അംഗങ്ങളാണ് എന്ന കാര്യവും പോലീസിന് വ്യക്തമായിട്ടുണ്ട്. എന്തു തന്നെയായാലും ഇത് പ്രാഥമിക വിവരമാണ്. 5 ദിവസം സുനിയെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യാനുള്ള അവസരമുണ്ട്. അതുകൊണ്ട് തന്നെ മറ്റ് നടപടികളിലേക്ക് കൂടി പോലീസിന് കടക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് ഇതുമായി ബന്ധപ്പെട്ടുള്ള റിമാൻഡ് റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നത് ഈ ട്രാവലർ, ഈ നടിയെ തട്ടിക്കൊണ്ടുപോകാൻ ഉപയോഗിച്ച ട്രാവലർ തമിഴ്നാട്ടിലേക്ക് കടത്തിയതായുള്ള സംശയം പോലീസിനുണ്ട്. അങ്ങനെയാണെങ്കിൽ അത് കണ്ടെടുക്കേണ്ടതുണ്ട്. അത് പ്രധാനപ്പെട്ട ഒരു തെളിവാണ്. ഈ വാഹനം തമിഴ്നാട്ടിലെത്തി കണ്ടെടുക്കേണ്ടതുണ്ട്. മാത്രമല്ല, അന്ന് ഈ കൃത്യം നടപ്പാക്കിയ ഈ എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വൈറ്റില കുണ്ടന്നൂർ വഴി കുണ്ടന്നൂരിലുള്ള സ്വകാര്യ റിസോർട്ടിന് മുന്നിലാണ് ഈ നടിയെ ഉപേക്ഷിച്ചത്. അപ്പോൾ ആ ഭാഗങ്ങളിലെല്ലാം ഇന്ന് തന്നെ സുനിയെ കൊണ്ടുചെന്ന് തെളിവെടുപ്പ് നടത്താനുള്ള തീരുമാനം പോലീസിനുണ്ട്. ഒപ്പം തന്നെ ഈ 5 ദിവസത്തിനുള്ളിൽ ഈ വാഹനം കണ്ടെത്തി, തമിഴ്നാട്ടിലാണെങ്കിൽ തമിഴ്നാട്ടിലെത്തി വാഹനം കണ്ടെടുക്കാനുള്ള തയ്യാറെടുപ്പ് കൂടി പോലീസ് നടത്തുന്നുണ്ട്. ഈ 5 ദിവസങ്ങളിൽ തന്നെ സുനിയെ ചോദ്യം ചെയ്യുന്നത് തുടരും, ഒപ്പം തെളിവെടുപ്പും തുടരും എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. അജിംഷാദ്. ശരി, ഉമേഷാണ് വിവരങ്ങൾ നൽകിയത്. നടിയെ ആക്രമിക്കപ്പെട്ട കേസിൽ